അങ്ങനെ പല ചോദ്യങ്ങൾക്കുമിടെ ജോസിന്റെ പ്രതികരണം ഇന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. നിഷ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് പറയുന്നത് ഒരു രോഗമെന്ന് ജോസ് കെ മാണിയുടെ പ്രതികരണമാണ് കേട്ടത്. നിയമസഭ വരുമ്പോഴും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോഴും തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും മത്സരിക്കുമെന്ന് പറയുന്നു. ഇത് രോഗത്തിന്റെ ഭാഗമാണ്. നിഷേധിച്ച് മടുത്തുവെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു. ജോസിന്റെ പ്രതികരണം ആദ്യം കേൾക്കാം. ഇതൊരു രോഗത്തിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ നിഷേധിച്ച് മടുത്തു. ഇനി നിഷേധിക്കാൻ എനിക്ക് ആരോഗ്യമില്ല. ഇനി നിങ്ങൾ വല്ലതും മാറ്റി എന്തെങ്കിലും പിടിക്കുക, അതായിരിക്കും നല്ലത്. പ്രചരിപ്പിക്കുന്നതാണോ ഇങ്ങനെയുള്ള? അതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനകത്തൊരു ഭാഗം ഉണ്ടാവും. ഒരു നരേറ്റീവ്, അടുത്ത നരേറ്റീവ് കൊണ്ടുവരും. പറഞ്ഞതിനൊക്കെ വ്യാഖ്യാനിക്കുകയാണ്. അത് മുൻകൂട്ടി ഇത് കണ്ട് മുൻകൂട്ടി കടത്തി പറഞ്ഞതാണ് ചെയർമാൻ മത്സരിക്കുമെന്നൊക്കെ. മീഡിയ വ്യാഖ്യാനിക്കുന്നു, സോഷ്യൽ മീഡിയ വ്യാഖ്യാനിക്കുന്നു. അത് അവരുടെ രീതിയിൽ ആ മീഡിയ നരേറ്റീവ് കൊണ്ടുപോകാനായിട്ട് നോക്കുന്നു. ഏറ്റവും കൂടുതൽ നരേറ്റീവ് വരുന്നത് എവിടെയാണ്? പാലായിലാണ്. അതുകൊണ്ട് മീഡിയയ്ക്ക് ഏറ്റവും കൂടുതൽ ന്യൂസ് കിട്ടുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ട് താൻ. അതല്ല ഞാൻ പറഞ്ഞല്ലോ, അത് പാർട്ടി പറയുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കേരള കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്താണ്? ജോസിന്റെ ഇംഗിതം എന്താണ്? ആഴത്തിൽ പരിശോധിക്കാം. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ സമഗ്രമായി പരിശോധിക്കുന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായ ശ്രീ ജോർജ് പൊടിപാറ, ഒപ്പം തന്നെ കേരള കോൺഗ്രസ് നേതാവ് ലോപ്പസ് മാത്യു, ജില്ലാ ചെയർമാൻ കൂടിയാണ്, നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപാറ, ഇന്നത്തെ ജോസ് കെ മാണിയുടെ പ്രതികരണം കാണുമ്പോൾ, അതിനെ സസൂക്ഷ്മം വായിക്കുമ്പോൾ എന്താണ് അങ്ങേക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒരു ആശയക്കുഴപ്പം പാലാ മണ്ഡലം കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ടോ? കാരണം അവിടെ നിഷയുടെ പേര് അങ്ങനെ ഇട്ടുകൊണ്ട് പലരും പല തിരഞ്ഞെടുപ്പുകളിലും പരീക്ഷണ യുക്തിയോടുകൂടി ഇട്ടുകൊടുക്കുന്നു. അതങ്ങനെയുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരായിരിക്കാം? അങ്ങനെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അറിയാമല്ലോ, ഇത്തരം ചർച്ചകളും വിതർക്കങ്ങളും തർക്കവിതർക്കങ്ങളൊക്കെ തന്നെ അതൊരു പുതുമയുള്ള കാര്യമല്ല. എന്താണ് ജോസിന്റെ ഇംഗിതം എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? ജോസിന്റെ വാക്കുകളിൽ നിന്നും ഇതുവരെയുള്ള പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ, അല്ലെങ്കിൽ ഖണ്ഡിതമായിട്ട് എടുക്കാവുന്ന ഒരു നിഗമനം എന്താണെന്ന് വെച്ചാൽ, ജോസ് കെ മാണി ഇതുവരെ പാലായിൽ മത്സരിക്കുന്ന കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് പാർട്ടി തീരുമാനിക്കും എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഒരൊറ്റ വാക്കിൽ തീരാവുന്നതേ ഉള്ളൂ, എൻ്റെ മണ്ഡലം പാലായാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ എവിടെയെങ്കിലും മത്സരിക്കുമെങ്കിൽ അത് പാലായിൽ നിന്നായിരിക്കും, ഞാൻ മത്സരിക്കും പാലായിൽ തന്നെ എന്ന് പറഞ്ഞാൽ തീരുന്നൊരു കാര്യമുള്ളൂ. പക്ഷെ അദ്ദേഹം അത് പറയുന്നില്ല. അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കാൻ പാർട്ടിയുടെ ഇപ്പോഴത്തെ പുതിയ അധികാര കേന്ദ്രമെന്ന് പല കേന്ദ്രങ്ങളും വിശേഷിപ്പിക്കുന്ന റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന പാർട്ടിയുടെ ഏക മന്ത്രി ശ്രമിച്ച കാര്യവും നമുക്കറിയാം. ഇതൊന്നും ഇപ്പോൾ ഇന്ന് ജോസ് കെ മാണി പറഞ്ഞു, നിങ്ങൾ പാലായെ സംബന്ധിച്ച് നിരവധി നറേറ്റീവ്സ് ഒന്നിനു പുറകെ ഒന്നായിട്ട് നറേറ്റീവ്സ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. നിഷയുടെ പേര് ഓരോ ഘട്ടത്തിൽ ഉയർന്നു നിൽക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കേട്ടു, അതുപോലെ തന്നെ ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കണ്ടു, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും നിഷ ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുന്നു, അവിടെ മത്സരിക്കുന്നു, ഇവിടെ മത്സരിക്കുന്നു എന്ന് പറഞ്ഞു നറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ നറേറ്റീവ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് മാധ്യമങ്ങളാണ് എന്ന് പറയുന്നിടത്താണ് കുഴപ്പം. അങ്ങനെ നറേറ്റീവ്സ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളും ചർച്ചകളും സൃഷ്ടിക്കാൻ കാരണക്കാരായത് ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും തന്നെയാണ്. ഉദാഹരണത്തിന് ഈ പറഞ്ഞ നവകേരള യാത്രയുടെ ഘട്ടത്തിൽ ജോസ് കെ മാണി നയിക്കുന്ന അതിന്റെ ഘട്ടത്തിൽ ആ ഒരു പത്രസമ്മേളനത്തിനിടയിൽ ഈ പറഞ്ഞ റോഷി അഗസ്റ്റിനാണല്ലോ മൈക്ക് തട്ടിപ്പറിച്ചെടുത്ത് ചെയർമാൻ പാലായിൽ തന്നെ മത്സരിക്കും, പാലായാണ് അദ്ദേഹത്തിന്റെ തട്ടകം, അദ്ദേഹം അവിടെ തന്നെ മത്സരിക്കും എന്ന് പറഞ്ഞ് ജോസിനെ ഒട്ടൊരു ഡിഫൻസിലാക്കിക്കൊണ്ട്, ജോസിനെ വല്ലാത്തൊരു സന്ദേഹത്തിലേക്ക് വിട്ടുകൊണ്ട് അദ്ദേഹമല്ലേ പറഞ്ഞത്. അവിടുന്നാണല്ലോ ഈ പ്രശ്നം തുടങ്ങുന്നത് തന്നെ. ഇത്രയും വലിയ ചർച്ചയിലേക്ക് പോയത് അവിടുന്നാണ്. അപ്പോൾ റോഷി അഗസ്റ്റിന് എന്താ ഇത്ര നിർബന്ധം ജോസ് കെ മാണി പാലായിൽ മത്സരിക്കണമെന്ന്? ജോസ് കെ മാണിക്ക് എന്തുകൊണ്ട് പാലായിൽ മത്സരിക്കും എന്നുള്ള കാര്യം തന്നെത്താൻ പറഞ്ഞുകൂടാ? പാർട്ടി തീരുമാനിക്കും എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. പാർട്ടി എന്ന് പറഞ്ഞാൽ ചെയർമാൻ പാലായിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നത്, അത് നടപടിക്രമങ്ങളൊക്കെ ശരിയാണ്. പാർട്ടി ഇതുവരെ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കണം, സ്ഥാനാർത്ഥി നിർണയ ചർച്ച നടത്തിയിട്ടില്ല. പാർട്ടി അതിനുവേണ്ടി ഒരു പ്രത്യേക യോഗം ചേർന്നിട്ടില്ല. അതിനു മുമ്പ് ചെയർമാൻ പാലായിൽ മത്സരിക്കും എന്ന് പറയുന്നതിനകത്ത് ഒരു അഭംഗിയുണ്ട്. അത് പാർട്ടി ചേർന്ന് പാർട്ടിയുടെ തീരുമാനപ്രകാരം പ്രഖ്യാപിക്കേണ്ടതാണ് എന്നുള്ളതൊക്കെ നമുക്ക് അംഗീകരിക്കാമെങ്കിലും ഈ കാര്യങ്ങളൊന്നും റോഷി അഗസ്റ്റിന് അറിഞ്ഞുകൂടാത്തതാണ്. ശ്രീ ജോർജ് പൊടിപാറ, അങ്ങേക്കും അറിയാമല്ലോ, മാണി സാർ 5 പതിറ്റാണ്ടോളം ആ മണ്ഡലത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയും റെക്കോർഡിട്ടും ആ മണ്ഡലത്തിലെ സാമാജികനായിരുന്നു. പാലാ കഴിഞ്ഞാൽ പാലായും കുട്ടിയമ്മയും എങ്ങനെയാണ് താനുമായി പൊരുത്തപ്പെട്ട് കിടക്കുന്നത് എന്ന് പലപ്പോഴായി പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ മകൻ, ഒരു രാഷ്ട്രീയ ചാണക്യൻ്റെ മകനാണ് പാലായെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഭയപ്പാടോടുകൂടി വീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ അദ്ദേഹത്തിന്? ഈ പറയുന്ന രീതിയിൽ
അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇത് മറ്റേതെങ്കിലും പ്രതിപക്ഷ പാർട്ടികളോ അല്ലെങ്കിൽ അവിടെയുള്ള രാഷ്ട്രീയ എതിരാളികളോ ഒന്നും പടച്ചു വിടുന്നതല്ല നിഷയുടെ പേരടക്കം എന്നുള്ളത്. അപ്പോൾ അതിലൊരു ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു പ്ലാനിങ് നടക്കുന്നുണ്ടോ? ഏതെങ്കിലും നമ്മളീ പറഞ്ഞ റോഷിയുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അതായത് പാലായുടെ ചരിത്രത്തിൽ ഇങ്ങനെ കെ.എം. മാണിയെ സംബന്ധിച്ചിടത്തോളം പാലാ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കെ.എം. മാണി സാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് പാലായ്ക്ക് ഒരു രാഷ്ട്രീയ ചരിത്രമില്ല. അത്രത്തോളം പാലായുടെ ചരിത്രവും കെ.എം. മാണി സാറിന്റെ ചരിത്രവും കേരള കോൺഗ്രസിന്റെ ചരിത്രവും പാലായുമായിട്ട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്നു. ഒരുപാട് ഉയർച്ച താഴ്ചകൾ, തിരിച്ചടികൾ, പിളർപ്പുകൾ ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ച് മീനച്ചിലാർ ഇപ്പോഴും ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പിന്നെ അധികം വെള്ളമില്ല, ഇപ്പോ തീരെ വെള്ളമൊക്കെ വറ്റി ഒരു നീർച്ചാല് പോലെ ആകുന്ന ഒരു സമയമാണ് മീനച്ചിലാർ. എന്തായാലും ശരി, ഒരുപാട് എന്താ പറയാ രാഷ്ട്രീയ ചരിത്രം കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാത്തിനും സാക്ഷിയായ മീനച്ചിലാർ ഇപ്പോഴും ഒഴുകുന്നു. പക്ഷെ വിവാദങ്ങളും അതിനൊപ്പം അതിനേക്കാൾ വേഗത്തിൽ ഒഴുകുന്ന കാഴ്ചയാണ് കേരള കോൺഗ്രസ് കാണുന്നത്. ഇപ്പൊ എന്താണ് താങ്കൾ ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം? ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം പാല അത്രമേൽ സുരക്ഷിതമായ ഒരു സീറ്റ് അല്ല എന്നത് വ്യക്തമായൊരു കാര്യമാണ്. കാരണം കെ.എം. മാണി സാർ പോലും അവസാന ഘട്ടത്തിൽ വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് പാലായിൽ രക്ഷപ്പെട്ടത്, ജയിച്ചത് എന്നുള്ളത് നമുക്കറിയാം. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ കേരള കോൺഗ്രസിന്റെ ടോം ജോസ് തോൽക്കുന്നത് കണ്ടു. അതിനുശേഷം ജോസ് കെ മാണി തന്നെ മത്സരിച്ചിട്ട് തോൽക്കുന്ന കാഴ്ച കണ്ടു. അപ്പോ ഇതെല്ലാം നമ്മൾ കണ്ട കാഴ്ചകളാണ്. അതായത് ഈ പറഞ്ഞ മാണി സി കാപ്പൻ ഇപ്പൊ ഒരു ചെറിയ മീനല്ല. അദ്ദേഹം UDF കാൻഡിഡേറ്റ് അല്ലാതെ അദ്ദേഹം മത്സരിച്ചപ്പോഴൊക്കെ കടുത്ത മത്സരം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. മാത്രമല്ല ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭ പോലും ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരള കോൺഗ്രസ് എമ്മിന് നഷ്ടപ്പെടുന്ന കാഴ്ചയും കണ്ടു. ഒരുപക്ഷെ അത് അവിടെ മൊത്തത്തിലുള്ള വോട്ടെടുത്താൽ ഇപ്പോഴും അവിടെ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടാകാം. എങ്കിൽ പോലും പാലാ നഗരസഭ ഇപ്പോ അവരെ പുളിക്കകണ്ടം സഹോദരന്മാരുടെയോ അവരുടെ മകളുടെയൊക്കെ ആ 3 ഇതിന്റെ വാർഡുകളിലെ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ പാലാ നഗരസഭ പോലും അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ്. അതിന്റെ കൂടെയാണ് ഇങ്ങനെ തിരിച്ചടികൾ വല്ലാതെ നേരിട്ട് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹത്തിന് കേന്ദ്ര രാഷ്ട്രീയത്തിലൊന്നും അല്ല താല്പര്യം. അദ്ദേഹത്തിന് നിരന്തരം എല്ലാ കാലത്തും രാജ്യസഭാംഗമായിട്ട് തുടരാനുമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആഗ്രഹങ്ങൾ. അദ്ദേഹത്തിന്റെ ഒരു പാഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ വലുതായിട്ടൊന്നും ചെയ്യാനില്ലെന്നുള്ള കാര്യം മറ്റാരേക്കാൾ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. പാലായാണ് അദ്ദേഹത്തിന്റെ മനസ്സിലും അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലും ഒക്കെ ഉള്ളത്. പക്ഷെ പാല ഇപ്പൊ അദ്ദേഹത്തിന് ഒരു സുരക്ഷിത സീറ്റ് ആണോ അല്ലയോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടത്ര നിശ്ചയം പോരാ, അദ്ദേഹത്തിന് ഒരു ഉറപ്പില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സംശയാലുവാകുന്നത്. പാല വിട്ട് കടുത്തുരുത്തി പോലെ കുറച്ചുകൂടെ സുരക്ഷിതമായ മറ്റേതെങ്കിലും സീറ്റ് പരീക്ഷിക്കണം. കഴിഞ്ഞ തവണ തന്നെ അത് ആലോചന ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇത് ഒരു ഒളിച്ചോട്ടമായി വ്യാഖ്യാനിക്കപ്പെടും. ചെയർമാൻ അവിടെ നിന്ന് മാറിയാൽ കെ.എം. മാണി സാറിന്റെ മകൻ പാല വിട്ട് മറ്റേത് സീറ്റിലേക്ക് പോയാലും അതിന് വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ടാവും. എതിരാളികൾ അതൊരു വലിയ ആയുധമായിട്ട് ഉപയോഗിക്കും. ഇതാ പേടിച്ചോടിയിരിക്കുന്നത് ജോസ് കെ മാണിക്ക് സ്വന്തം പിതാവിന്റെ മണ്ഡലത്തിൽ പാല എന്ന് പറയുന്ന പൈതൃക മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ആത്മവിശ്വാസം പോലുമില്ല, ആ പാർട്ടിക്കുമില്ല എന്ന് പറഞ്ഞ് അത് വലിയൊരു രാഷ്ട്രീയ ആയുധമാകും. അത് മറ്റു മണ്ഡലങ്ങളിൽ പോലും കേരള കോൺഗ്രസ് എമ്മിന് മറുപടി പറയേണ്ട ഒരു അവസ്ഥയുണ്ടാക്കും. ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ജോസ് കെ മാണി സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ ചെകുത്താനും കടലിനും നടുവിലാണ്. ഇവിടെ പാലാ സുരക്ഷിതമല്ല, എന്നാൽ പാല വിട്ട് ഓടുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായ ഒരു തീരുമാനമാണ്. അത് അദ്ദേഹത്തിന്റെ എന്താ പറയുക ധാർമ്മികമായിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പരാജയമായിട്ട് മാറും. ഇതെല്ലാം പരിഗണിക്കുമ്പോഴാണ്, ഇതെല്ലാം വെച്ചുകൊണ്ട് ജോസ് കെ മാണി ഒരു തീരുമാനമെടുക്കാനാകാതെ സന്ദേഹിയായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ പറയുന്ന പാലായിൽ തന്നെ അദ്ദേഹത്തെ മത്സരിപ്പിച്ച് അടങ്ങൂ എന്ന മട്ടിൽ റോഷി അഗസ്റ്റിനെ പോലുള്ളവർ പരിശ്രമിക്കുന്നത്. അതിനു മുമ്പ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികളൊക്കെ കണ്ടത് കൊണ്ടാണ് ജോസ് കെ മാണി ഒരുപക്ഷെ ഒരു മുന്നണി മാറ്റത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിച്ചത്. ആ ആലോചന പോലും റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ശ്രീ ലോപ്പസ് മാത്യു അങ്ങ് തത്സമയം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. കണക്ഷൻ ഒരു എറർ കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ടെലിഫോൺ ലൈനിൽ അങ്ങുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ ലോപ്പസ് മാത്യു, എന്തുകൊണ്ടാണ് ജോസ് കെ മാണി പാലായിൽ മത്സരിക്കാൻ ഒരു അസന്നിഗ്ധമായ അല്ലെങ്കിൽ ഒരു 100% ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പ് പറയാതെ പോകുന്നത്? എന്താണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പോലും ഒരു ഭയപ്പാടോടുകൂടി അർദ്ധവിരാമമിട്ട് ഒരു പൂർണ്ണ മനസ്സോടുകൂടി അദ്ദേഹത്തിന് പറയാനാകുന്നില്ല? അതാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ ഇന്നും കണ്ടത്. അതെന്തുകൊണ്ടാണ് ശ്രീ ലോപ്പസ് മാത്യു? അല്ല, ഇതിനകത്ത് വാസ്തവത്തില് വല്ല വാസ്തവമുണ്ടോ? കാരണം ജോസ് കെ മാണി മത്സരിക്കും എന്ന് പാർട്ടി ചെയർമാൻ എന്നെനിക്ക് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് കയറി പറയാൻ പറ്റുമോ? അദ്ദേഹം പാർട്ടി ചെയർമാനല്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതാണ്. പാർട്ടിയിലെ ഒരു
പാർട്ടി ചെയർമാൻ പാർട്ടി മത്സരിക്കുന്ന 13 അല്ലെ അതിൽ കൂടുതലുള്ള സീറ്റിൽ ചെയർമാന്റെ മാത്രം സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ പറ്റുമോ? അത് മര്യാദകേടല്ലേ? അത് പാർട്ടിയുടെ രീതിക്ക് ശരിയല്ലോ. പാർട്ടി തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണ് സ്റ്റേറ്റ് കമ്മിറ്റി അല്ല, ഈ പാർട്ടിക്കാരോട് അല്ലെ പുറത്തേക്ക് പറയണ്ട, മാധ്യമങ്ങളോട് പറയണ്ട. പക്ഷെ ഇങ്ങനെ പാർട്ടി താങ്കൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്ന, കോട്ടയം പോലെ ജില്ലയിൽ പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ്. താങ്കൾക്കടക്കമുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസമുണ്ടോ അക്കാര്യത്തിൽ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഇന്ത്യകളായിട്ട് പാർട്ടി കമ്മിറ്റി എല്ലാം പറഞ്ഞ് അതിന്റെ പ്രിപ്പറേഷൻ എല്ലാം തുടങ്ങിയല്ലോ. ഒരു ഫോർമാലിറ്റിയുടെ വിഷയം മാത്രമേ ഉള്ളൂ. ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ, കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ, LDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും. അതല്ലാതെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥ്യം ഞാൻ മത്സരിക്കുമെന്ന് പാലായി തന്നെ ആയിരിക്കും. ഒരു സംശയം വേണ്ട. പാല സേഫ് ആണോ? പാല സേഫ് തന്നെ ആയിരിക്കുന്നവരാ. പാലയല്ല ഏറ്റവും സേഫും. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു അനുഭവം വെച്ച് ഈ നുണപ്രചരണം കൊണ്ട് അന്ന് അത്ര പെട്ടെന്നുള്ള തീരുമാനം എടുത്തു എന്നുള്ളതല്ലാതെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? പാലായില് കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള പാലായിലെ നിയമത്തിലെ അവസ്ഥ 50 വർഷമായി ശേഷം ശ്രീ ലോപ്പസ് മാത്യു, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, നഗരസഭ, പഞ്ചായത്തുകൾ, ഇതൊക്കെ നോക്കുമ്പോൾ പാല സേഫ് ആണോ? പാല സേഫ് സോണിൽ തന്നെയാണോ? അതന്നെ. പാലായിലെ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാലായിൽ 12 പഞ്ചായത്തും പാലാ മുനിസിപ്പാലിറ്റിയാണ് ഉള്ളത്. 11 പഞ്ചായത്തുകളിൽ കഴിഞ്ഞ പ്രാവശ്യം 43 സ്ഥാനാർത്ഥികളെ വിജയിച്ചത്. ഇത്തവണ അത് 47ആണ്. പാലാ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ പ്രാവശ്യം 10 മെമ്പർമാരുണ്ടായിരുന്നു 2 ചിഹ്നത്തിൽ. ഇത്തവണ 2 ചിഹ്നത്തിൽ തന്നെ 10 കൗൺസിലർമാർ വിജയിച്ചിട്ടുണ്ട്. ഒരു സീറ്റ് നിഷ ജോസ് കെ മാണി പറ്റിയൊരു പേരാണോ അവിടെ ആ മണ്ഡലത്തിൽ? നിഷ ജോസ് കെ മാണി മത്സരിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പാർട്ടി ചേരാൻ മത്സരിക്കും, 2 പേർക്ക് മത്സരിക്കാൻ പറ്റില്ല. അതല്ല ഞാൻ ചോദിക്കുന്നത്, പാല തന്നെ വേണമെന്നില്ല നിഷ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ, അല്ലെങ്കിൽ ആ രീതിയിൽ നിഷയെ സംബന്ധിച്ച് പൊതുപ്രവർത്തന രംഗത്തായാലും സാമൂഹ്യ സേവനം നമുക്കൊക്കെ അറിയാം, വ്യക്തിപരമായിട്ടൊക്കെ ഒരുപാട് അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു കർമ്മ രംഗത്തുള്ള ഒരു വ്യക്തിയെ ഒരു രോഗം എന്ന നിലയിൽ അങ്ങനെ ഒരു പേര് വരുമ്പോൾ അതിനെ അത് ചില രോഗികൾ ഇടുന്ന പേരാണെന്ന് അങ്ങനെ അങ്ങനെ പറയേണ്ടതുണ്ടോ? അങ്ങനെ അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അല്ല, അതിന്റെ അല്ല. നിഷാ ജോസ് കെ മാണി മത്സരിക്കാൻ യോഗ്യം വിജയിക്കുന്ന ആളൊക്കെയാ. പക്ഷെ ഈ ഇലക്ഷൻ ആകുമ്പോ ചുമ്മാ ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചുമ്മാ പാർട്ടി ചെയർമാന്റെ ഭാര്യ സോഷ്യൽ സാമൂഹ്യ രംഗത്തൊക്കെ വളരെ സജീവം നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അവർ നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. പക്ഷെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇവിടെ നടത്തുന്ന കേരള കോൺഗ്രസ് പാർട്ടിയാണ്. ആ പാർട്ടി ചെയർമാനുണ്ട്. ആ പാർട്ടി ചെയർമാൻ മുന്നണിക്കകത്താണ്. അപ്പൊ ഇതുവരെ മുന്നണിയിലുള്ള ചർച്ച പോലും പൂർത്തിയായിട്ടില്ലോ, തുടങ്ങിയിട്ടില്ലല്ലോ. കേരള കോൺഗ്രസ് പാർട്ടി ഈ പേര് ഇങ്ങനെ വലിച്ചിഴക്കണമെങ്കിൽ, കാരണം പാർട്ടി ചെയർമാന്റെ ഭാര്യയാണ്, അപ്പോൾ അങ്ങനെ ഒരു പേര് വലിച്ചിഴക്കണമെങ്കിൽ അത് പുറത്തു നിന്നാണോ അതോ ഇനി പാർട്ടിക്കകത്തു നിന്നാണ്? എന്താണ് ജോസ് കെ മാണി ഉദ്ദേശിച്ചിരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമാണെങ്കിൽ എന്താണ്, രാഷ്ട്രീയ പ്രതിയോഗികൾ അത് ഈ മുന്നണിക്ക് പുറത്ത് എന്ന് അത് ഒരു പക്ഷേ ഒരു സംശയം നിവാരണം വരുത്തിക്കൊണ്ട് സംശയം ലെവലേശം ഉണ്ടാകാത്ത രീതിയിൽ പാർട്ടി ചെയർമാൻ പറയണമായിരുന്നു. അങ്ങനെ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞില്ല. പിന്നെ വളരെ വളരെ മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ. ഏതെല്ലാം തരത്തിൽ ഒരു പാർട്ടി ചെയർമാനെ ഒരു പാർട്ടിയും ഈടുത്താൻ പറ്റുമോ അതിനുള്ള വ്യത്യസ്തമായ മാർഗങ്ങൾ തേടുക ശത്രുക്കള്. പാലായില് പണ്ട് തൊട്ടുണ്ട്, മാനസാന്റെ കാലം തൊട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചാണ് കേരള കോൺഗ്രസ് പാലായിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നത്. അപ്പൊ എല്ലാ കാലത്തും ഇലക്ഷൻ ആകുമ്പോൾ എന്തെങ്കിലും നുണപ്രചരണമായിട്ട് ഇറക്കും. ജോസ് കെ മാണി മത്സരിക്കുന്നില്ല, അല്ല ജോസ് കെ മാണി കരുത്തുന്നില്ല മത്സരിക്കുന്ന. ജോസ് കെ മാണി ഇവിടെ മത്സരിച്ച് ഇവർക്കെല്ലാം പ്രശ്നം ഇരിക്കുന്നത്. പക്ഷെ അവരുടെ ഭാര്യ മത്സരിക്കുന്നു. അപ്പൊ ഇതിങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക, ഒരു സംശയം ഉണ്ടാക്കുക, അതിങ്ങനെ അവരുടെ ഒരു സ്വഭാവമാണ്. അതാണ് അദ്ദേഹം ഒരു ലോകമായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞാൽ ഞാൻ മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പൊടിവാറ വന്നിപ്പോ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു തീരുമാനമുണ്ട്, അല്ലെ ഒരു പ്രൊസീജിയറുണ്ട്, അല്ലെങ്കിൽ ഒരു സംഘടനാ രീതിയുണ്ട്. അതൊക്കെ പറയുമ്പോഴും പാർട്ടി ചെയർമാൻ പറയാൻ പറ്റാൻ പുള്ളി ചോദിക്കുന്നത്. പാർട്ടി ചെയർമാൻ പറയാൻ പറ്റുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും സ്ഥാനാർത്ഥി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷി 11 ഘടകകക്ഷികളുണ്ട്. അല്ല, ഞാനൊരു കാര്യം ശ്രീ ലോപ്പസ് മാത്യു, ഈ പാർട്ടി അങ്ങനെ കൈപ്പിടിയിലാക്കാൻ വേണ്ടി ഈ റോഷി അഗസ്റ്റിൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ലെന്ന് അദ്ദേഹം തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഓപ്പണായിട്ട് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്നലെ അദ്ദേഹം ഏഷ്യാന്റെ ഇന്റർനെറ്റിൽ ഓടയം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമില്ല. റോഷി നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലാ
റോഷിയിൽ ഞങ്ങളൊക്കെ KM മാണി സാറിന്റെ അനുയായികളാ. കേരള രാഷ്ട്രീയത്തിൽ ഇടത്തരക്കാർക്ക് വേണ്ടി, കർഷകർക്ക് വേണ്ടി, ഈ തിരുവിതാംകൂർ മേഖലയിൽ ഉൾപ്പെടെയുള്ള കുടിയേറ്റ കർഷകന് വേണ്ടി, അല്ലെങ്കിൽ മലബാറിന്റെ കർഷകന് വേണ്ടി, ഇടുക്കിയിലെ കർഷകന് വേണ്ടി. ഞാൻ കേരള കോൺഗ്രസിന്റെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനെ വിളിച്ച് ചോദിക്കുന്നത്, ഈ ഭസ്മാസുരന് വരം കൊടുത്ത അവസ്ഥയായി പോയി, അതായത് ഈ ഒട്ടകത്തിന് ഇടം കൊടുത്ത അവസ്ഥയായി പോയി ഈ മന്ത്രിസ്ഥാനം നൽകിയത് എന്ന് പറയാതെ പറയുന്ന സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുള്ള ഞാൻ പേര് പറയാൻ പരിമിതികളുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, അപ്പോൾ പാർട്ടിയിൽ ഇങ്ങനെ ഒരു വികാരമുണ്ട്, ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഇല്ലെന്നേ ഇല്ല, അതൊക്കെ ചുമ്മാ. ഞാനിവിടെ 5 കൊല്ലമായി അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുകയല്ലേ. എത്രയോ കമ്മിറ്റികൾ ഞങ്ങൾ കൂടി, എത്ര ചർച്ചകൾ നടത്തി, അതിനുശേഷം പാർലമെന്റ് നടന്നു, പഞ്ചായത്ത് ഇലക്ഷൻ നടന്നു, അസംബ്ലി ഇലക്ഷൻ നടക്കുന്നു. ഒരു പോയിന്റും ഇല്ലല്ലോ. ഇപ്പം ഞാനിപ്പം ലോക്സഭ ജില്ലാ പ്രസിഡന്റോ അല്ലെ പാർട്ടി വേറെ നേതാവോ ഒരു ഭാരവാഹിയോ ചെയർമാൻ പാലായി തന്നെ മത്സരിക്കണം. അങ്ങനെ പറയാൻ കാരണം എന്താ? ഇടയ്ക്ക് മീഡിയ എന്ന് പറയും ചെയർമാൻ കടുത്തൂത്തിലാണ് മത്സരിക്കുന്നതെന്ന് പറയും, അല്ലെങ്കിൽ ചെയർമാൻ മത്സരിക്കുന്നില്ലെന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ചെയർമാൻ പാലായി മത്സരിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഇഷ്ടം. അത് ഒരു ഇഷ്ടം ഒരാൾ പറയുന്ന ഉടനെ അതേകൂടി എനിക്ക് ശരി ഞാൻ തന്നെ മത്സരിച്ചോളാം എന്ന് അങ്ങനത്തെ പറയാൻ പറ്റില്ല, സമയമായിട്ടില്ല. പാർട്ടി ചെയർമാൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പാർട്ടി മത്സരിക്കുന്ന 13 അല്ലെ 14 സീറ്റുകളിൽ ഇതൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്ന് അദ്ദേഹം പറയുന്നത് കൊണ്ട് അദ്ദേഹം പറയാൻ പറ്റുള്ളൂ. തുടരുക, അങ്ങ് ലൈവ് ഒന്ന് കണക്ട് ചെയ്യാൻ ഉള്ള ടെക്നിക്കൽ എറർ മാറ്റുമ്പോൾ എന്നൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അങ്ങ് തുടരണം. ശ്രീ ജോർജ് പൊടിപാറ, ഈ നിലയിലാണ് കേരള കോൺഗ്രസിന്റെ ചരിത്രം. അതിലൊന്നും ഒരു അത്ഭുതവുമില്ല. അധികാരശേഷികൾ ഏതൊക്കെ രീതിയിൽ ഉണ്ടാകുന്നു എന്ന് അങ്ങേക്ക് നല്ലവണ്ണം അറിയാവുന്നതാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ അവിടെ കാണുന്നൊരു ദുർബലാവസ്ഥ എന്താണ് ജോസ് കെ മാണിയുടെ പാർട്ടിയിൽ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങയോട് കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന ഘടകത്തിലൊക്കെ തന്നെ ജില്ലാ പ്രസിഡന്റുമാരിൽ പോലും അങ്ങനെ ഒരു അഭിപ്രായമുള്ളവരുണ്ട്. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ ഒരു ദുർബലാവസ്ഥയ്ക്ക് അതിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ പറഞ്ഞുവല്ലോ, ജില്ലാ പ്രസിഡന്റാണ് ശ്രീ ലോപ്പസ് മാത്യു പറഞ്ഞത്, പാലാ വിട്ട് മറ്റെവിടെയെങ്കിലും പോകാനുള്ള സാധ്യതയില്ല. കാര്യം എന്താണ്? ബാക്കിയുള്ള മണ്ഡലങ്ങൾ ഏതാണ്? മണ്ഡലങ്ങൾ എടുത്തു നോക്കണം. ഇപ്പോൾ LDF നിൽക്കുകയാണ്. ബാക്കിയുള്ള സേഫ് സോൺ ഇതൊരു പരീക്ഷണമാണല്ലോ, രാഷ്ട്രീയ ഗോതയാണല്ലോ. ബാക്കിയുള്ള നോക്കുമ്പോൾ അവിടെയെല്ലാം ഉള്ള ദുർബലാവസ്ഥ അറിയാം. അപ്പോൾ നിലവിലെ ഘട്ടത്തിൽ ഈ ഒരു പോക്ക് എങ്ങോട്ട് പോകുമെന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? ലോപ്പസ് മാത്യു പറഞ്ഞ ഒരു കാര്യത്തിനൊന്ന് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചോദ്യത്തിലേക്ക് വരാം. അതായത് ലോപ്പസ് മാത്യു പറഞ്ഞത് അതായത് അദ്ദേഹത്തിന്റെ പേര് റോഷി അഗസ്റ്റിൻ ചെയർമാൻ പാലായിൽ തന്നെ മത്സരിക്കുമെന്ന് മൈക്ക് പിടിച്ചു വാങ്ങി പറയുമ്പോൾ ജോസ് കെ മാണിയുടെ മുഖമൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ വെച്ച് അദ്ദേഹം ചോരത്തിളപ്പ് KSCയിൽ നിന്ന് വന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തിരി ചോരത്തിളപ്പ് കൂടും എന്ന് ജോസ് കെ മാണി പറഞ്ഞത് അർത്ഥവത്തായ ഒരു വാചകമാണ്. അദ്ദേഹം ഇതിരി അതിസാമർത്ഥ്യം കാണിച്ചു എന്ന അർത്ഥത്തിൽ തന്നെയാണ് അത് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് വീണ്ടും അദ്ദേഹം പറഞ്ഞത് എന്താ? ഈ പറഞ്ഞ റോഷി അഗസ്റ്റിൻ, അതായത് ചെയർമാൻ മാതൃക കാണിക്കണം, പാർട്ടിയുടെ നേതൃത്വം അണികൾക്ക് ആത്മവിശ്വാസം പകരണം, അതിനുവേണ്ടി കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയണം, അതാണ് നേതൃത്വം എന്നൊക്കെ വീണ്ടും വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നമുക്ക് എന്തോ സംതിങ് റോങ്, എവിടെയോ ഇവർക്ക് തമ്മിലുള്ള ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. രാഷ്ട്രീയത്തിൽ അങ്ങനെ കൃത്യമായിട്ടല്ലല്ലോ നമ്മൾ കാര്യങ്ങൾ അസ്യൂം, ചിലതൊക്കെ നമ്മൾ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ശ്രീ ലോപ്പസ് മാത്യു ഞാനത് പറഞ്ഞത്. അതായത് അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയം മനസ്സിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പ്രഖ്യാപിക്കുന്നത് അഭംഗിയാണെന്ന് ജോസ് കെ മാണി കൃത്യമായ സൂചന കൊടുത്തിട്ടും പിറ്റേന്നും അതേ കാര്യങ്ങൾ പറയുമ്പോൾ പാർട്ടിയുടെ നിയമമോ അല്ലെങ്കിൽ പാർട്ടിയുടെ എന്താ പറയുക നടപടിക്രമങ്ങളോ ഒന്നും അറിയാത്ത ഒരാളാണോ ഈ പാർട്ടിയിലെ രണ്ടാമനോ ചിലപ്പോൾ ഇപ്പൊ ഒന്നാമൻ എന്ന് പോലും ചിലരെങ്കിലും വിശ്വസിക്കുന്ന ഈ പറഞ്ഞ റോഷി അഗസ്റ്റിൻ? അപ്പൊ ലോപ്പസ് മാത്യു പറയുന്നതിനകത്ത് ഞാനത് പറഞ്ഞത് ഞാൻ ആ ചോദ്യത്തിലേക്ക് കൂടി വരുമ്പോൾ ശ്രീ ജോർജ് പൊടിപാറ, അവിടെ ഒരു ദൗർബല്യം അല്ലെങ്കിൽ ദുർബലാവസ്ഥ ജോസ് കെ മാണിയുടെ അപഹരിക്കപ്പെടുകയാണോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. എന്താണ് ഈ വളരെ അപ്പീലിംഗ്, നേതാക്കളെ സംബന്ധിച്ചൊരു അപ്പീലിംഗ്, ജനങ്ങളിലേക്ക് കുറച്ചുകൂടി എത്താൻ കഴിയുക, ആക്സസ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് നമ്മൾ മാണി സാറിനെ പോലെ അല്ലെങ്കിലും എത്രയോ കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ നമുക്കറിയാം. ആ നിലയിലേക്ക് ജോസ് കെ മാണിക്ക് പോകാൻ കഴിയാത്തത് അതിൻ്റെ ഒരു പവർ പോയിന്റായിട്ട് റോഷി അഗസ്റ്റിൻ മാറുന്നുണ്ട്. ഇവിടെയാണ് അവിടെ ഒരു റോഷി അഗസ്റ്റിന് കുറച്ചുകൂടി മേൽക്കൈ ഉണ്ടാകുന്നത് അക്കാര്യങ്ങളിൽ. അതിലൊരു പ്രശ്നം എന്താണെന്ന് അറിയുക, കേരള കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം അത് സ്വാഭാവികമായിട്ടും അധികാരത്തെ, അതായത് രാഷ്ട്രീയ അധികാരം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന, ആ രാഷ്ട്രീയ അധികാരം നൽകുന്ന മറ്റ് നേട്ടങ്ങൾ, അത് പദവികളായിട്ടാകാം,
അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളായിട്ടാകാം. അതിനെ എപ്പോഴും അത് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇപ്പൊ ഇടതുപക്ഷത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെങ്കിലും ഈവൻ കോൺഗ്രസ് ആണെങ്കിലും ഈ അധികാരം മാത്രമല്ല, ചില ഘട്ടങ്ങളിലെങ്കിലും അവർക്ക് നിലപാടുകൾ എടുക്കേണ്ടി വരും. ആ നിലപാടുകളുടെ പേരിൽ അധികാരം നഷ്ടപ്പെട്ടാൽ അടുത്ത ഊഴത്തിന് വേണ്ടി കാത്തിരിക്കും. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതിന്റെ മൊത്തം ചരിത്രം എടുക്കുമ്പോൾ ചാഞ്ഞും ചെരിഞ്ഞും ഏത് സമയത്തും അധികാര രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു അടിസ്ഥാന സ്വഭാവം അതിന്റെ DNA-യിൽ തന്നെ അതുണ്ട് എന്നുള്ളത് നമുക്ക് പലവട്ടം ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കകത്ത് ആരുടെ കൈവശമാണോ അധികാരം, ഇപ്പൊ KM മാണി സാറിന് ഇത്രയും കാലം ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി നിൽക്കാൻ കഴിഞ്ഞ് പാലായിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ ജയിക്കുന്നു. 50 വർഷക്കാലം അദ്ദേഹം പാലായുടെ പ്രതിനിധിയാകുന്നു. അദ്ദേഹം എല്ലാ സമയത്തും കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര കേന്ദ്രമാകുന്നു. പാർട്ടി ചെയർമാൻ മാത്രമല്ല, പാർട്ടിക്ക് അധികാരം കിട്ടുന്ന സമയത്തെല്ലാം മന്ത്രിയാകുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്ന് അദ്ദേഹത്തിന്റെ കൈവശം കിട്ടുന്നു. അദ്ദേഹമാണ് പാർട്ടിയിൽ എന്ത് സംഭവിക്കണം, എന്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്നത്. അദ്ദേഹത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ തങ്ങൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ പരിഗണിക്കപ്പെടൂ എന്നൊരു തോന്നലുള്ളത് കൊണ്ട് ഒരു വാക്ക് പോലും അദ്ദേഹത്തിനെതിരെ പറയാൻ പലപ്പോഴും ആരും തയ്യാറാകാറില്ല. കൂടുതൽ പേരും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് വായിച്ചെടുത്തിട്ട് അതനുസരിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുപോലെ KM മാണി സാറിനുള്ള ആ ഒരു അപ്രമാദിത്വം പാർട്ടിക്കകത്തും അധികാരത്തിനകത്തും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു അപ്രമാദിത്വം ജോസ് കെ മാണിക്ക് നിലനിർത്താൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ പാലാ നിയോജക മണ്ഡലത്തിൽ ജോസ് കെ മാണിക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു അധീശത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ അപരാജിതമായിട്ടുള്ള ഒരു ആധിപത്യം സ്ഥാപിക്കാൻ പറ്റുന്നില്ല. ആ സ്ഥാപിക്കാൻ പറ്റാത്തിടത്തോളം കാലം ജോസ് കെ മാണിയെ അണികൾക്ക് KM മാണിയുടെ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാനും കഴിയില്ല. അതാണ് ഇതിനകത്ത് കിടക്കുന്ന ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ജോസ് കെ മാണി ഈ പാലായുടെ കാര്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. തുടർച്ചയായി തോൽക്കുക എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് റോഷി അഗസ്റ്റിൻ തുടർച്ചയായി ജയിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം അധികാരത്തിൽ വീണ്ടും മന്ത്രിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പയ്യെ ആണെങ്കിലും ജോസ് കെ മാണി എന്ന് പറയുന്ന പാർട്ടി ചെയർമാൻ പതുക്കെ ദുർബലനാകുകയും ഒരു ഘട്ടം കഴിയുമ്പോൾ അദ്ദേഹം അപ്രസക്തനാകുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ പാർട്ടി പൊയ്ക്കൂടാകുകയില്ല. അത് ജോസ് കെ മാണിക്ക് അറിയാം. ജോസ് കെ മാണി ഇത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പാലായിൽ നിന്ന് വീണ്ടും മത്സരിച്ച ഒരു ഹരാക്കിരിയിലേക്ക് അദ്ദേഹം സ്വയം അതിലേക്ക് പോകണോ അതോ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു മണ്ഡലം കടുത്തുരുത്തി, പഴയ പാലാ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളും കേരള കോൺഗ്രസ് എമ്മിന് ശക്തിയുള്ള ഇപ്പൊ കടുത്തുരുത്തി പോലുള്ള സ്ഥലങ്ങളൊക്കെ അതിന്റെ ഈ പറഞ്ഞ കുറവലങ്ങാട് പോലുള്ള സ്ഥലങ്ങളൊക്കെ കടുത്തുരുത്തിയുടെ ഭാഗം, ഏതൊക്കെ കേരള കോൺഗ്രസ് എമ്മിന് പഴയ പാലായുടെ ഭാഗമാണ്, വളരെ ശക്തിയുള്ള കേന്ദ്രങ്ങളാണ്. അതൊക്കെ കടുത്തുരുത്തിയുടെ ഭാഗമാകുന്ന ഒരു ഘട്ടത്തിൽ പാലായാണോ കടുത്തുരുത്തിയാണോ കൂടുതൽ സുരക്ഷിതം? പാലായിലെ ഈ പൈതൃകവും ഈ പഴയ പാരമ്പര്യവും പറഞ്ഞ് താനിങ്ങനെ തുടർച്ചയായിട്ട് തോൽക്കുന്ന ഒരു സ്ഥിതി വന്നാൽ രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതായി അപ്രസക്തനായി പോകുന്നതാണോ അതോ ജയിക്കുന്ന കടുത്തുരുത്തിയിൽ പോയി ജയിച്ച് വീണ്ടും തന്റെ രാഷ്ട്രീയ പ്രസക്തിയും പ്രാധാന്യവും സ്ഥാപിച്ചെടുക്കുന്നതാണോ ഉത്തമം? ചില ഘട്ടങ്ങളിൽ വല്ലാത്ത ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ആ തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് കൂടുതൽ ആലോചിക്കേണ്ടിയും വരും. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഒരു പ്ലാന്റെ ഭാഗമായിട്ടാണോ അതോ ഒരു എന്താ പറയുക നിഷ്കളങ്കമായി പറയുന്നതാണോ നമുക്കറിയില്ല. ശ്രീ ജോർജ് പടിപ്പാറ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ശ്രീ ലോപ്പസ് മാത്യു പോയിന്റ് പറഞ്ഞില്ല. കാരണം ഒരു പാർട്ടിയെ സംബന്ധിച്ച് എന്താണ് അതിന്റെ മുന്നോട്ട് പോക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് വളരെ ടാക്ടിക്കായിട്ടുള്ള ഒരു തീരുമാനം, ഒരു നിലപാട് താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനമാണ്. ഇവിടെ പറഞ്ഞുവല്ലോ പാലയിലേക്ക് പാലയുടെ പാരമ്പര്യം പഴയ തഴമ്പ് പറഞ്ഞ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നതിൽ അതിൽ അപകടം നിലനിൽക്കുന്നു. അതാണ് രാഷ്ട്രീയ ഈ നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ കടുത്തിരുത്തി മറ്റൊരു ഓപ്ഷനുണ്ട്, അതിലേക്ക് അത് പറയാൻ കഴിയാതെ പോവുകയാണ്. അപ്പോൾ ഈ ചെയർമാൻ ബന്ധിക്കപ്പെടുകയാണോ? കൈകൾ അദ്ദേഹത്തിന്റെ ബന്ധിക്കപ്പെടുന്ന ഒരു തോന്നലുണ്ടോ അണികൾക്കും? ഈ പാലയെ സംബന്ധിച്ച് അപകടമെന്ന് ആരാ പറയുന്നത്? ഈ പുറത്തു നിൽക്കുന്നവരല്ലേ പറയുന്നത്. പാലയെ സംബന്ധിച്ച് കടുത്തിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അപകടം തോന്നുന്നില്ലെന്ന്. ഇത്തവണ 2 സീറ്റ് നമ്മൾ പിടിക്കും, അതിനുള്ള എല്ലാ പ്രവർത്തനവും നമ്മളവിടെ നടത്തിയിട്ടുണ്ട്. ജോസ് കെ മാണി പാലാ നിയമത്തിലെ വികസനം മാത്രമല്ല, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഈ മേഖലയിൽ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇന്നൊരു പത്ര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇന്നലെ ഭിന്നശേഷി വിഷയം വന്നു, അധ്യാപകരുടെ ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ജോസ് കെ മാണിയാ. ഗവൺമെന്റ് തീരുമാനം എടുത്തു. അതുപോലെ വന്യജീവികളുടെ വിഷയം ഇത്രയും എല്ലാവരും ചർച്ച ചെയ്യുക, സെമിനാർ ചെയ്യുന്നുണ്ടല്ലോ, കേന്ദ്രം ശ്രദ്ധിച്ചിട്ടാണ്. പക്ഷെ നമ്മുടെ പാർട്ടി ജോസ് കെ മാണിയും താല്പര്യം എടുത്ത് ഇടതുപക്ഷമായിട്ട് ചർച്ച ചെയ്ത് പുതിയ നിയമം പാസ്സാക്കി കേന്ദ്രത്തിന് അയച്ചിരിക്കുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ട സംഭവം. അപ്പൊ അങ്ങനെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം, കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ
ഈ ഗവൺമെന്റിനെ കൊണ്ട് നമുക്ക് എല്ലാ മേഖലയും ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് കർഷകരെ സംബന്ധിച്ച് അവരുടെ പട്ടയ വിഷയങ്ങള്, കന്യാസ്ത്രീമാരെ സംബന്ധിച്ച് അവരുടെ റേഷൻ ഇല്ലാത്ത റേഷൻ കാർഡ് അവർക്ക് കൊടുപ്പിച്ചു. അവർക്ക് 50 വയസ്സുള്ള കന്യാസ്ത്രീമാർക്ക് പെൻഷൻ കൊടുപ്പിച്ചു. അപ്പം നിങ്ങളാരും കടന്ന പോലെ അല്ല ഇന്ന് സമൂഹത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയും ശ്രീമാൻ ജോസ് കെ മാണി പാർട്ടി ചേർന്നതിലേക്ക് പാർട്ടി ഈ മുന്നണി നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഭംഗിയായി ആ കാര്യങ്ങൾ മനസ്സിലാക്കി സമൂഹത്തിൽ വേണ്ട കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന് വലിയ മാറ്റം വന്നിരിക്കുക. ലോപ്പസ് മാത്യു ഒപ്പം ശ്രീ ജോർജ് പൊടിവാറ വളരെയധികം ലോപ്പസ് പറഞ്ഞതുപോലെ തന്നെ, പക്ഷേ അണികൾക്കിടയിൽ പാർട്ടിക്കാർക്കിടയിൽ നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർക്ക് പോലും സംശയമുണ്ടാകുന്ന ആ സംശയം പൂർണ്ണമായും നിവാരണം ചെയ്യാൻ ജോസ് കെ മാണിയുടെ പ്രതികരണങ്ങൾക്കാകുന്നില്ല. പാലായിൽ മത്സരിക്കും താനാണെന്ന് പറയാൻ കഴിയുന്നില്ല. അവിടെയാണ് സൂപ്പർ പവറായി റോഷി അഗസ്റ്റിൻ മാറുകയാണോ, ഹൈജാക്ക് ചെയ്യപ്പെടുമോ ഈ പാർട്ടി എന്ന ചോദ്യങ്ങൾ ഉയരുകയും ചെയ്തത്.